സോദരൻ നാടു ഭരിച്ചോട്ടെയെന്നും താൻ കാട്ടിൽ വാഴാമെന്നും ശ്രീരാമൻ പിതാവിനോട് പറയുന്നു. അതാണ് തനിക്ക് കൂടുതൽ സൗഖ്യമെന്നുകൂടി ശ്രീരാമൻ പറയുന്നു. ഈ സമയത്ത് കൗസല്യാദേവി ഇതൊന്നുമറിയാതെ പുത്രാഭ്യുദയത്തിനു വേണ്ടി വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. സുമിത്രാദേവി കൗസല്യാദേവിയോട് പുത്രൻ ആഗതനായ വിവരം പറയുന്നു. മാതാവിൻ്റെ അവസ്ഥ കണ്ടിട്ടാവോ ശ്രീരാമൻ്റെ മുഖം വാടുകയും അതുകണ്ട് മാതാവ് ദുഃഖാധീനനായി. എന്തിനൻ താതൻ ഹൃദൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡം ഇതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയും ഇല്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടില്ലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുവെന്നപ്പോൾ. വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ. ഇന്ദിവരദള ശ്യാമ കളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു ഭുജിപ്പതിനാശുനി എന്നു മാതാവു പറഞ്ഞോരന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു.